ഇന്നെനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇതാണ് കാരണം. വീട്ടിൽ നിന്ന് 3-4 വിരുന്നുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോയും എനിക്കിടാൻ പറ്റിയില്ല. പുലാവും ചിക്കൻ ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമ പിന്നെ ഒരു ചിക്കൻ ക്രിസ്പിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇവന്മാർക്ക് ഇവിടെ ഈ പുലാവിൻ്റെ അകത്തൊന്നും നിങ്ങൾക്കറിയാമല്ലേ വെജിറ്റബിൾസ് ഇടുന്നയോ, വെജിറ്റബിൾസ് പിന്നെയും പോട്ടെ, ഈ നട്ട്സുകൾ ഇടുന്നയോ പൈനാപ്പിൾ ഇടുന്നയോ ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് ഞാനിതെല്ലാം അരിഞ്ഞ് കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ ഞാൻ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇച്ചിരി പൈനാപ്പിളൊക്കെ കൂടുതൽ ഇടുന്നത് നമുക്ക് ഇടയ്ക്ക് ആ മധുരവും കെടുത്തിരി കടിക്കുന്നതൊക്കെ നല്ല ഒരു ടേസ്റ്റാണ്. പക്ഷേ അധികം മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞൊരു പൈനാപ്പിളായിരുന്നു. അതിൽ നിന്ന് 2-3 പീസ് ഞാൻ ഇട്ടതേ ഉള്ളൂ. അത്രയും ഞാൻ ഇട്ടതേ ഉള്ളൂ. പിന്നെ പപ്പടമൊക്കെ പൊള്ളിച്ച് എല്ലാമൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയമായി. അതുകൊണ്ട് എനിക്കിന്ന് വീഡിയോയും ഇടാൻ പറ്റിയില്ല. ഇന്നലെ തൊട്ടേയുള്ള പ്രിപ്പറേഷനായിരുന്നു. ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഇടയ്ക്ക് വന്നൊരു ഇൻട്രോയിലും പറഞ്ഞിട്ട് പോകാമെന്ന്. പക്ഷേ ഇൻട്രോ ഇച്ചിരി ഒന്ന് എടുത്തു. പക്ഷേ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പം ചിക്കൻ ക്രിസ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഞാനിപ്പോൾ ഒന്ന് ഇളക്കിയിട്ടിട്ട് ലാസ്റ്റ് കൊടുക്കാൻ നേരം അതൊന്ന് ഇത്തിരി ക്യാപ്സിക്കമൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. ഇവിടെ യുവമാർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സാധനം. നമ്മളിപ്പോൾ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം സൈഡ് ഡിഷായിട്ട് വാങ്ങിക്കുന്നത് ഇതാണ്. സ്റ്റാർട്ടർ വാങ്ങിക്കുന്നത് ചിക്കൻ ക്രിസ്പിയാണ്. അപ്പം പൊടുമ്പം പറഞ്ഞ് നല്ല സൂപ്പറായിരുന്നു മമ്മിയെന്ന്. ഞാനങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വരുവാണെങ്കിൽ അതാ അവന്മാർ ആരെങ്കിലും വരുന്ന ഉടനെ മമ്മി ഇതൊക്കെ ഉണ്ടാക്കത്തുള്ളൂ, അല്ലാത്തപ്പോൾ ഉണ്ടാക്കത്തില്ലെന്ന്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയി നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ഇപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി പാത്രത്തിലൊക്കെ ആക്കണം. അവർ വരാറായി. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാനിന്ന് വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ഉടനെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കുമേ. ഞാനെന്നാൽ സാധാ ഊണ് കൊടുക്കാമെന്നും പറഞ്ഞിരുന്നേ. അപ്പോൾ അവർ വരുന്നതെന്ന് പറഞ്ഞത് വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ച അറിയിച്ചാൽ അർജൻറ്റ് പോകണമായിരുന്നു. വെള്ളിയാഴ്ച ഹോളി ആയതുകൊണ്ട് രാവിലെ ഒന്നും കടകളൊന്നും തുറക്കത്തില്ലായിരുന്നു. വൈകിട്ടായി ഇവരെല്ലാം തുറന്നത്. പച്ചക്കറി എങ്ങനെ വാങ്ങിക്കണമെങ്കിലോ മീൻകാടത്ത് വിളിച്ച് ചോദിച്ചോണ്ടേ അവരും വെള്ളിയാഴ്ച ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ ഇതങ്ങാക്കി. അപ്പം നമ്മുടെ ക്രിസ്പിയൊക്കെ ഞാനൊരു വേറെ പാത്രത്തിലാക്കി ഇങ്ങനെ ക്യാപ്സിക്കം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്.